Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ അടുത്ത കാലത്ത് ഏറ്റവും നല്ല വാല്യൂ ഫോർ മണിയായ ഫ്ലാഗ്ഷിപ്പ് ഗെയിമിംഗ് ഫോൺ എന്ന് പേരെടുത്ത ഒരു ഫോൺ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ഒരു ഫോൺ, ഞാനും ഏറ്റവും അധികം കാത്തിരുന്ന ഒരു ഫോൺ കൂടിയാണ്. നമുക്ക് റിവ്യൂ ചെയ്യാൻ ഒരു അവസരം കിട്ടുമെന്ന് നോക്കിയിരുന്നായിരുന്നു. ഇപ്പൊ കിട്ടി iQOO Legend. കിടിലനാണ് കേട്ടോ. ഞാൻ കുറച്ച് നേരം യൂസ് ചെയ്തിട്ടുള്ളൂ. അൺബോക്സിംഗിന്റെ ചടങ്ങൊന്നും ഞാൻ നടത്തുന്നില്ല, കാരണം ഓൾറെഡി ഒരുപാട് ലേറ്റ് ആയി. ഇത് വീണ്ടും ഒരു അൺബോക്സിംഗ് ചടങ്ങൊന്നും ആവശ്യമില്ലെന്ന് കരുതി നേരെ നമ്മൾ ലേറ്റായ ഫോണുകളൊന്നും ഈ അൺബോക്സിംഗിന് നിൽക്കുന്നില്ല. നേരെ ഒരു ഇനീഷ്യൽ റിവ്യൂ ആണ് തരാൻ പോകുന്നത്. സോ കുറച്ച് യൂസ് ചെയ്തു, ആ യൂസർ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പൊ നമ്മുടെ iQOO Legend ആണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഒരു കിടിലൻ സംഗതിയാണ്. എന്തായാലും ഞാൻ ഇതിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. പെർഫോമൻസിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 888 അതേപോലെ തന്നെ LPDDR5 റാം, UFS 3.1 സ്റ്റോറേജ്, എക്സ്റ്റൻഡഡ് റാം, വേണമെങ്കിൽ 8 GB റാമിന്റെ ഫോൺ എടുത്താൽ ഒരു 3 GB റാം കൂടി സ്റ്റോറേജ് നടത്തിയിട്ടുള്ള ആ ഒരു എക്സ്റ്റൻഡഡ് റാം സംവിധാനവും കാര്യങ്ങളും വരുന്നുണ്ട്. ഓവറോൾ പെർഫോമൻസിന്റെ മേഖല ആൻഡ്രോയിഡ് 11 എന്ന് പറയുന്ന ലേറ്റസ്റ്റ് സംവിധാനം അടക്കം ഓവറോൾ സെറ്റപ്പ് ആണ്. ഞാൻ കളിച്ചിടത്തോളം കൊണ്ട് ഗെയിമിലൊന്നും PUBG ഒക്കെ HDR ഇട്ട് കളിക്കുമ്പോൾ ഒരു അനക്കമില്ല, പക്ക കണ്ടീഷനാണ്. നിങ്ങൾക്കിവിടെ കാണാൻ ഗെയിം പ്ലേ ഒക്കെ പെർഫെക്റ്റ് സ്മൂത്ത് ആണ്. ഒരു തരത്തിലുള്ള ഇഷ്യൂസ് നമുക്ക് അതിന്റെ പെർഫോമൻസിന്റെ ഭാഗത്ത് പറയാനില്ല. നോർമൽ യൂസിലാണെങ്കിലും വൺ ടച്ച് ചോയ്സ് വളരെ ക്ലീൻ ആൻഡ് നീറ്റ് പെർഫോമൻസ് ആണ് തരുന്നത്. യാതൊരു ലാഗും കാര്യങ്ങളും എവിടെയും വന്നില്ല. ഗെയിമിങ്ങിലാണെങ്കിലും എക്സലന്റ് പെർഫോമൻസ് ആണ് കിട്ടിയത്. ഇതിൽ ഗെയിം നമ്മൾ കളിച്ച് റെക്കോർഡ് ചെയ്ത് തീർച്ചയായിട്ടും നമ്മുടെ മറ്റ് ടെക്റൈഡ് ചാനലിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കണ്ടു നോക്കുക, ഗെയിമിംഗ് പെർഫോമൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. HDR ഗെയിം പ്ലേ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്തായാലും പറ്റുമെങ്കിൽ നമ്മൾ മാക്സിമം ലെവലിൽ ഒരു ഗെയിം ഒക്കെ കളിച്ച് നോക്കിയിട്ട് അതിന്റെ റിവ്യൂ നമ്മൾ അടുത്ത ദിവസത്തിൽ ഗെയിമിംഗ് റിവ്യൂവിൽ പറയാം. iQOO എന്ന് പറയുന്ന ലെജൻഡ് അല്ലെങ്കിൽ iQOO Legend എന്ന് പറയുന്ന ഈ ഫോണിന്റെ ഗെയിമിംഗ് പെർഫോമൻസ് ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും. കണ്ടു നോക്കുക ഹീറ്റ് ലെവലൊക്കെ എങ്ങനെ വരുന്നുണ്ടെന്ന്. ഇപ്പോഴേക്കും എനിക്ക് ഹീറ്റിംഗ് ഒന്നും തോന്നിയില്ല കേട്ടോ. സ്നാപ്ഡ്രാഗൺ 888 ഹീറ്റിന്റെ ഒരു ഇഷ്യൂ വരുന്നതായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യുക, HDR ഇട്ട് കളിച്ച് ചെക്ക് ചെയ്യും. ഹീറ്റ് ലെവലൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ വരും ദിവസം ഗെയിമിംഗ് റിവ്യൂവിൽ കൃത്യമായിട്ട് പറഞ്ഞു. ഇപ്പോഴേക്കും എനിക്ക് ഹീറ്റിംഗ് ഒന്നും തോന്നിയില്ല. കളിച്ചിടത്തോളം കൊണ്ടൊക്കെ പക്ക ഡീസെന്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് ഈ ഒരു ഫോൺ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു ഡിസൈൻ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടാൽ എനിക്ക് ഈ ഒരു ഡിസൈൻ അത്ര വലിയ ഇഷ്ടമൊന്നും ആയില്ല. അത്ര ഒരു അട്രാക്റ്റീവ് ആയ ഒരു ഡിസൈൻ ആയിട്ടൊന്നും തോന്നിയില്ല എനിക്ക്, റിയർ ഡിസൈൻ ഒക്കെ. ബട്ട് ഓവറോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും. നിങ്ങൾ നോക്കുക, ഇൻ ഹാൻഡ് ഫീൽഡിലേക്ക് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ വെയിറ്റ് ഉണ്ട് കേട്ടോ. 200 ചില ഗ്രാം, ഒരു 208-209 ഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ട്. കാരണം മെറ്റൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ്. സോ ഓവറോൾ ഒരു ഇത്തിരി വെയിറ്റ് ഉണ്ട്. ബട്ട് എനിക്ക് അങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ വലിയ ഇതൊന്നും തോന്നുന്നില്ല. ബട്ട് എങ്കിലും ആ ഒരു വെയിറ്റ് ഉള്ള ഫോണാണ്. 209 ഗ്രാം വെയിറ്റ് വരുന്ന ഒരു ഫോണാണ്. 8.7 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. ഓവർ തിക്നെസ് ഉള്ളതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നൊന്നുമില്ല. സോ ഒരു നല്ല ഫോൺ, ഒരു ഇത്തിരി അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ഒരു ഗെയിമിംഗ് ഫോൺ കൈ പിടിക്കുമ്പോൾ എങ്ങനെ തോന്നും അതുപോലത്തെ ഒരു ഫീൽ ആണ് കിട്ടുന്നത്. ബാക്കി ഇതിന്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് ഒക്കെ നോക്കിയാൽ താഴെ ഡുവൽ സിം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിം ട്രേ ആണുള്ളത്. 5G ആണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുക. 2 നെറ്റ്വർക്കാണ് 5G വരുന്നത്. N41 അതേപോലെ തന്നെ N78. ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, അതേപോലെ തന്നെ സ്പീക്കർ ഗില്ല് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ സംവിധാനമാണ്. ടോപ്പ് സൈഡിൽ നമുക്ക് സ്പീക്കർ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നോയ്സ് ക്യാൻസലിംഗ് മൈക്ക് നമുക്ക് ടോപ്പിൽ കാണാം. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം റോക്കേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ. ലെഫ്റ്റ് സൈഡ് empty ആണ്. റിയർ സൈഡിൽ ക്യാമറ മോഡ്യൂൾ കാണാം നമുക്ക്. 48 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയാണ് വരുന്നത്. 13 മെഗാ പിക്സലിന്റെ പോർട്രേറ്റ് ലെൻസ് 2x ഒപ്റ്റിക്കൽ സൂമും അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ 13 മെഗാ പിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയും വരുന്നു. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ. അങ്ങനെ നമുക്ക് ആ ഒരു സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 5 ഹോളിനകത്തൊക്കെയാണ്. ഫ്രണ്ടിലെ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ 6.2 ഇഞ്ച് വരുന്ന ഒരു നല്ല AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ പക്ക സ്മൂത്ത് ആയ ഡീസന്റ് ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഫ്രണ്ടിൽ വരുന്നത്. സോ ഓവറോൾ ഇതിന്റെ ഡിസൈനും കംഫർട്ടും ഒക്കെ നോക്കുമ്പോൾ കുഴപ്പമൊന്നും പറയാനില്ല. ഒരു ഇച്ചിരി വെയിറ്റ് തോന്നുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. ബട്ട് അത് ഒഴിച്ച് നിർത്തിയാൽ ഓവറോൾ ഒരു ഗുഡ് സെറ്റപ്പ്, നല്ല പ്രീമിയം ഡിവൈസ് കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു ഫീല് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സോ ഡിസൈനും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. പെർഫോമൻസ് നമ്മൾ ആദ്യമേ പറഞ്ഞു, അടിപൊളിയായിട്ടുണ്ട്. ഡിസൈനും ഡിസ്പ്ലേയും എല്ലാം തന്നെയും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഡിസ്പ്ലേ ഒക്കെ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. യാതൊരു ഇഷ്യൂസും എനിക്ക് ഇപ്പോഴേക്ക് തോന്നിയില്ല. ഒരു ഇനീഷ്യൽ ഡേയിൽ, അതായത് ആദ്യത്തെ ഒരു ദിവസത്തിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. എന്തായാലും അതിന്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയേണ്ടത്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ആ ഭാഗത്തും ഇല്ല. സോ ഓവറോൾ ഡിസ്പ്ലേ നിന്ന് മീഡിയ കൺസംഷൻ എന്ന രീതിയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നല്ല എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ നോർമൽ യൂസിലായാലും മീഡിയ കൺസംഷൻ ആയാലും ഗെയിമിംഗ് ആയാലും ഓവറോൾ എല്ലാ മേഖലയിലും വളരെ നല്ലൊരു നിലവാരമുണ്ട് ഇതിന്റെ ഒരു കാര്യങ്ങൾക്ക്. നമ്മൾ ഇതിനു വേണ്ടി കാത്തിരുന്നതിൽ തെറ്റൊന്നുമില്ല. അതിന് തക്ക ഒരു വാല്യൂ ഇത് തരുന്നുണ്ടെന്നാണ് തോന്നിയത്. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാലോ, അതും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യാവസ്ഥ. ബട്ട് വൺ ഡേ
ഫസ്റ്റ് ഡേയിലെ കാര്യമാണ് പറയുന്നത്. നമുക്കറിയില്ല, നമ്മൾ കുറച്ച് ദിവസം കൂടി നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ട് അതിന്റെ ക്യാമറ റിവ്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്തു തരും. ക്യാമറ റിവ്യൂ വേണമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. എന്തായാലും ക്യാമറ ഞാൻ ഇംപ്രസ്ഡ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം മെയിൻ ക്യാമറ സാമ്പിളുകൾ എങ്ങനെയുണ്ട്. നോർമലി ഒരു ഹ്യൂമൻ സബ്ജക്റ്റ് ആയാലും ഒരു നല്ല ഡീസന്റ് ക്വാളിറ്റി, ഒരു ഡീസന്റ് ലൈറ്റിംഗിൽ ഒരു ഡീസന്റ് ക്വാളിറ്റി ഇമേജുകളാണ് നമുക്ക് കിട്ടിയത്. മറ്റ് നോർമൽ ലാൻഡ്സ്കേപ്പ് ഇമേജുകൾ നിങ്ങൾക്ക് കാണാം. വളരെ കാഷ്വൽ ആയിട്ട് ക്ലിക്ക് ചെയ്ത എൻ്റെ വൈഫ് ക്ലിക്ക് ചെയ്ത ഫോട്ടോസ് ഒക്കെയാണ്. എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയാം. കിഡിലൻ ഫോട്ടോസ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. ഇതിന്റെ ക്യാമറയിൽ ഞാൻ ഇംപ്രസ്ഡ് ആണ്. പിന്നെ സ്നാപ്ഡ്രാഗൺ 888 ആണ് ഇതിന്റെ പ്രോസസർ. അതിന്റെ പ്രോസസിംഗ് പവർ കൂടി കണക്കിലെടുക്കണം. അടിപൊളിയായിട്ടുള്ള ഇമേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബട്ട് നിങ്ങളുടെ അഭിപ്രായമാണ് പ്രധാനം. തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. ക്യാമറ എങ്ങനെയുണ്ട് അത് നിങ്ങൾ കമന്റ് ചെയ്യണം. സോ ഇമേജുകൾ, മെയിൻ ക്യാമറ ഇമേജുകളൊക്കെ അടിപൊളിയായിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സെൽഫി ക്യാമറ ഇമേജുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റിയാണ്. ഓവറോൾ എനിക്ക് സെൽഫി ക്യാമറയും നല്ല രീതിക്ക് ഇഷ്ടമായി. ബട്ട് ഞാൻ എങ്ങനെ ആവർത്തിക്കുന്നു, ഇനീഷ്യൽ ഡേയിലത്തെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. കുറച്ച് യൂസ് ചെയ്തതിന് ശേഷം കുറച്ച് കമ്പയർ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ഞാൻ ആക്ച്വലി ഇതിന്റെ ഒരു ക്വാളിറ്റി എത്രയുണ്ടെന്ന് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു 4-5 ദിവസത്തിനുള്ളിൽ ഞാൻ ഒരു ഫുൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഇനി ഇതിന്റെ ക്യാമറ, വീഡിയോ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ സെൽഫി വീഡിയോ ഒന്ന് കണ്ടു നോക്കും. ഇത് സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ഡയറക്റ്റ് സൺലൈറ്റ് ആണ് കേട്ടോ. ഡയറക്റ്റ് സൺലൈറ്റിൽ ഈ ഒരു ക്വാളിറ്റിയാണ്. നമുക്ക് സൺലൈറ്റ് ഇല്ലാത്തടത്തേക്ക് മാറി ഒന്ന് നോക്കാം. സ്റ്റെബിലൈസേഷൻ നോക്കിയോളൂ. ഓക്കെ, ഇപ്പം ഞാൻ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് ഒരു ഷെയ്ഡിലേക്ക്. എങ്ങനെയുണ്ട്? ഇനി നമുക്ക് മെയിൻ ക്യാമറ വീഡിയോയിലേക്ക് വരാം. കണ്ടു നോക്ക് എങ്ങനെയുണ്ട് മെയിൻ ക്യാമറ. ഹായ്, ഇത് ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ഇതിന്റെ ക്യാമറ ഇനീഷ്യലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് വീഡിയോ ക്വാളിറ്റിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അടുത്ത സെക്ഷനിൽ ഞാൻ കാണിച്ചു തരാം. ഇത് ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. എങ്ങനെയുണ്ട് വീഡിയോ ക്വാളിറ്റി? ഓവറോൾ അടിപൊളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൈസിന് വർത്തായ ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നി. എല്ലാ മോഡലും സ്റ്റെബിലൈസേഷൻ ഉണ്ട്. 4K 60 FPS മാത്രമാണ് ഇതിൽ സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തുള്ളൂ. ഓഡിയോ ക്വാളിറ്റി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് 30 FPS ഒരു സ്റ്റെബിലൈസേഷൻ ടെസ്റ്റാണ്. എങ്ങനെയുണ്ട് സ്റ്റെബിലൈസേഷൻ ലെവല്? കൊള്ളാമെന്ന് നോക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഫുൾ HD 60 FPS ഒരു സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും കാണാം. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റെബിലൈസേഷൻ അല്ലേ? അതിന്റെ ഒരു വിഷ്വൽ ക്വാളിറ്റി ആണെങ്കിലും വളരെ നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. 60 FPS മൊത്തത്തിൽ നല്ല ക്വാളിറ്റി തരുന്നുണ്ട്. 4K നമുക്ക് 30 FPS നല്ല ക്വാളിറ്റിയുള്ള വിഷ്വൽ സ്റ്റെബിലൈസേഷനും നല്ല രീതിയിലുണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ്, അതിന്റെ ക്വാളിറ്റിയാണ് 4K അടക്കം കാണുന്നത്. സോ നല്ല ക്വാളിറ്റിയുള്ള ഒരു 4K വീഡിയോ വിഷ്വല് നമുക്ക് കാണാം. ആ ഒരു സ്റ്റെബിലൈസേഷൻ ഒഴിവാക്കി നിർത്തിയാൽ പോലും ഒരു നല്ല വീഡിയോ ക്വാളിറ്റി നമുക്ക് 4K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ കിട്ടുന്നുണ്ട്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡും ഷൂട്ട് ചെയ്യാം. അവിടെ സ്റ്റെബിലൈസേഷൻ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. സോ ഓവറോൾ ഈ ഒരു ക്യാമറ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ വളരെ ഇംപ്രസ്ഡ് ആയ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബട്ട് ഞാൻ യൂസ് ചെയ്യട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എന്തായാലും ഇപ്പോഴേക്ക് ഈ സാമ്പിൾ കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. സോ അതാണ് ക്യാമറയെ കുറിച്ച് പറയാനുള്ളത്. ഇനി ബാറ്ററി ലൈഫിന്റെ കാര്യം നോക്കിയാൽ 4000 mAh ബാറ്ററിയേ ഉള്ളൂ. ഒപ്പം തന്നെ 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. സോ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവുന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. 22-23 മിനിറ്റ് കൊണ്ടൊക്കെ ഈസി ആയിട്ട് ഇത് ഫുൾ ആയിട്ട് ചാർജ് ആവുമെന്നാണ് കമ്പനി പറയുന്നത്. നമുക്ക് നോക്കാം. വരും ദിവസങ്ങളിൽ ഞാൻ യൂസ് ചെയ്ത് വന്നതിന് ശേഷം ഞാൻ ഒരു ഫുൾ റിവ്യൂവിൽ പറയാം എത്രത്തോളം ഫാസ്റ്റ് ആണ്. ഈ 4000 mAh ബാറ്ററി സ്നാപ്ഡ്രാഗൺ 888 ഉണ്ട്. എന്നാലും എത്ര ബാറ്ററി ലൈഫ് നമുക്ക് യൂഷ്വലി കിട്ടുന്ന പോലെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഫുൾ റിവ്യൂവിൽ പറയാം. ഇനി ഇതിനകത്ത് മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ, OTG സപ്പോർട്ട്, Wi-Fi 6, Wi-Fi കോളിംഗ്, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും, ക്യാമറ 2 API പോലുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്. മെമ്മറി കാർഡ് ഇല്ല എന്നുള്ളത് മറക്കണ്ട. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 5G ഉണ്ട്, എല്ലാ സംവിധാനങ്ങളുണ്ട്. 4G VoLTE നെറ്റ്വർക്ക് സംവിധാനങ്ങൾ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നു. സോ ഓവറോൾ ചെറിയ ചെറിയ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒപ്പം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിന്റെ പെർഫോമൻസും കാണാം. യാതൊരുവിധ ഇഷ്യൂസും ആ ഭാഗങ്ങളിലൊന്നുമില്ല. സോ ഫൈനലി ഓവറോൾ ഈ ഫോൺ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ബിൽഡും നല്ല ഡിസ്പ്ലേയും നല്ല പെർഫോമൻസ് ലെവലും അതേപോലെ നല്ല ക്യാമറയും ഫാസ്റ്റ് ചാർജിങ് 66 വാട്ട് ഇതെല്ലാം കൂടി 40,000 രൂപയ്ക്ക് 8GB RAM 128GB സ്റ്റോറേജ് കിട്ടുന്നു. ആ ഒരു വിലയ്ക്ക് ഈ പറഞ്ഞ സംഗതികൾ വേറെ ഒരു ബ്രാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. സോ ദി ഗ്രേറ്റ് ഒരു വാല്യൂ ഫോർ മണി ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് നമുക്ക് ഇതിനെ പറയാം. ബട്ട് ഓവറോൾ യൂസർ പെർഫോമൻസ്, ഗെയിമിംഗ് പെർഫോമൻസ് അത് എങ്ങനെയാണെന്നുള്ളത് ഒരു ഗെയിമിംഗ് റിവ്യൂവിൽ നമ്മൾ പറയാം. ക്യാമറ ഒന്നില്ലേ ഇവിടെ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഷോർട്സിലോ അല്ലെങ്കിൽ സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഇതിന്റെ ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്ത് തരാം. എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു തരും. നോക്കട്ടെ, പറ്റുമെങ്കിൽ നമ്മളൊരു ഫുൾ റിവ്യൂവും ചെയ്യാം യൂസ് ചെയ്തതിന് ശേഷം. ഓക്കെ, ഇപ്പൊ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ രീതിയിൽ ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ കേട്ടിട്ട് ഇതിന്റെ വിഷ്വൽ കണ്ടിട്ട് ക്യാമറ സാമ്പിൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു? തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമന്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.